കപ്പലിന്റെ Hello, good morning. Good morning. Good morning, ma'am. Good morning, ma'am. Ma'am, good morning. Good morning. Yes, good morning. Ma'am, എൻ്റെ പേര് സ്മിത എന്നാണ്. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്നത്തെ നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വേറൊരു ട്രെയിനിങ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതൊന്ന് ഇൻഫോം ചെയ്തിട്ട് പെർമിഷനോട് കൂടി പോകാൻ വേണ്ടി ഞാനൊന്ന് മാമിനെ ഒന്ന്. Yes. Of course, you can leave the call or you can watch it afterwards. It will be recorded and sent to you. Yes, okay. Ma'am. Yeah, sure. Yes. Thank you so much, ma'am. All the best. Okay. Okay. Yes. So we can start. Before getting into the intro class, I would like to introduce myself. My name is Nisha, and I am from Ernakulam district. As you know, our place is North Paravur, and I wish all of you a best future, and also I wish all of you good luck, and I welcome all of you to this intro session of our hospital administration course. Are you ready? Yes. Are you ready? Yes, ma'am. Yes. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ആളുകളൊക്കെ ജോയിനിങ്ങിലാണ്. നമുക്ക് 10:30 ആണ് നമ്മളുടെ ഇൻട്രോ ക്ലാസ്സിന്റെ ടൈം നിങ്ങൾക്ക് ഇൻഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ടു മീ എന്നോടും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് പാസ്റ്റ് 4 minutes. തീർച്ചയായിട്ടും 4 minutes കഴിഞ്ഞു. വരട്ടെ. ചിലപ്പോ ജോയിൻ ചെയ്യാനുള്ള ആ ഒരു എന്താ പറയാ സമയം എടുക്കും. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ വർഷം വരുമ്പോ ഒരുപാട് പേര് കയറാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയാ ഒരു ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കാം ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. അവർ ഓൺ ദ വേയിലാണ്. വരട്ടെ. പക്ഷെ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. സോ വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പൊ നമുക്ക് തുടങ്ങാം. പക്ഷെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യണം. അതായത് so you will be more eager to know about the hospital administration course.
and some may have some doubts regarding the course and also regarding our institution. Right? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണോ? Yes, ma'am. യെസ്. ഇപ്പൊ മാത്രമേ ഞാൻ നിങ്ങളെ കൊണ്ട് മിണ്ടിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ മിണ്ടിക്കോ. കുറച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ മിണ്ടാതിരിക്കും അവിടെ. പിന്നെ ഞാൻ വൺ മാൻ ഷോ ആണ് പിന്നെ ഉണ്ടാവുക. റേഡിയോ പോലെ ഞാൻ മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അതെന്താന്ന് അറിയട്ടെ? അത് ആദ്യം പറയാം. സോ നമ്മളിവിടെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഇൻട്രോ ക്ലാസ്. നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, എന്താണ് അതിന്റെ കാര്യങ്ങൾ, എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഹൗ ഇറ്റ് ബിക്കംസ് എന്താ പറയാ ഒരു വിശാലമായ ഒരു ഇത് ആയിട്ട് മാറിയത് എന്തുകൊണ്ടാണ്, ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കോഴ്സിന് വരുന്നത് എന്തുകൊണ്ടാണ്, സോ അതൊക്കെ നമുക്കറിയണം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയണം, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എവിടേക്കാണെന്ന് അറിയണം. അപ്പൊ ആ കോഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടായിരിക്കാം. സോ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ക്ലിയർ ഓൾ യുവർ ഡൗട്ട്സ് ത്രൂ ദിസ് സെഷൻ. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാനിവിടെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കി നമുക്ക് സംസാരിക്കാം. പക്ഷേ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? ഇവിടെ ഡിസ്റ്റർബൻസ് വരും. എന്ന് വെച്ചാൽ എനിക്കിപ്പോ വലിയ പ്രശ്നം തോന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകള് അത് റെക്കോർഡിങ്ങിലുമാണ്. ആ റെക്കോർഡ് ചെയ്തിട്ട് ചില ആളുകൾക്കൊന്നും ഇപ്പൊ ഈ ലൈവ് സെഷനിൽ ചിലപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവർക്ക് നമ്മളിത് റെക്കോർഡ് എല്ലാവർക്കും ഈ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇത് റെക്കോർഡഡ് ആണ്. അപ്പൊ ഈ റെക്കോർഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങൾക്ക് വേണ്ടി ഫോം ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഇട്ടുതരാം. അവർക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അതായത് ആരെങ്കിലും അവിടെ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇത് എക്കോ പോലെ കേൾക്കും. ഞാൻ പറയുന്നത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് മേ ബി ഡിസ്റ്റർബൻസ് ടു ആൾ. സോ അതുകൊണ്ട് നമ്മളിവിടെ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടായിരിക്കും ഞാൻ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. സോ ബിഫോർ ബിഗിനിങ് ഞാൻ അത് അൺമ്യൂട്ട് ചെയ്യും, മ്യൂട്ട് ചെയ്യും. ഇനി അതിനുശേഷം ഇപ്പൊ ഞാൻ ആ ക്ലാസ് എടുത്തു കഴിഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ അത് ശരിയായിരിക്കും, നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് നിങ്ങൾക്ക് തരാം. ഇനിയും ഞങ്ങൾക്ക് ഇന്ന കാര്യത്തെ കുറിച്ച് അറിയാനുണ്ട് എന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ആ ഒരു 10 മിനിറ്റ് ലാസ്റ്റ് ബാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ആ സമയം മുഴുവൻ ഞാനായിരിക്കും സംസാരിക്കുക. ഇവിടെ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക എന്നാണ് പറഞ്ഞു വന്നേ. എന്തുകൊണ്ട് ടീച്ചറെ ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ, ടീച്ചർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് എനിക്ക് വിരോധം തോന്നരുത് കേട്ടോ. കാരണം അതുകൊണ്ടാണ് നമുക്കിത് ഒരു എന്താ പറയാ, ചിലപ്പോ ഇടയിൽ നിങ്ങൾ ഓരോ സംശയം ചോദിച്ചാൽ എനിക്ക് ഞാൻ എന്താ പറയാ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തില്ല. ടൈമിൽ അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ലാസ്റ്റ് 5 or 10 മിനിറ്റ്സ് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാം. ക്ലിയർ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഒരു അനുവാദം ചോദിക്കാനാണ്, ഓൺ മ്യൂട്ട് കൊടുക്കാൻ പോവാണ്. സോ നിങ്ങളുടെ ഒരു പെർമിഷനോട് കൂടിയാണ് ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? എല്ലാവരും സന്തോഷത്തിലല്ലേ? ഹാപ്പി അല്ലേ എല്ലാവരും? പോകാണോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ആ ഒരു ഡിസ്റ്റർബൻസ് നേരത്തെയൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്ന് പഠിക്കാം, നമ്മളെങ്ങനെയാ തെറ്റുകളിൽ നിന്നും ശരി പഠിക്കാറില്ലേ? അങ്ങനത്തെ പോരായ്മകൾ ചില ലിമിറ്റേഷൻസ് ഒക്കെ എല്ലാവരും പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല. അപ്പൊ ഇതുപോലെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ നേരത്തെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ നമ്മൾ ഇതിങ്ങനെ ഓൺ ആക്കി വെച്ചു, അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടിരിക്കും, നമ്മളത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് എന്താ പറയാ ഓൺ ആക്കുമ്പോൾ അത് എക്കോ വരും. അപ്പൊ അവര് റെക്കോർഡ് ചെയ്തിരിക്കുന്നവർക്ക് കാണുമ്പോൾ ഡിസ്റ്റർബൻസ് വരും, അവർക്ക് ആ ക്ലാസ് ക്ലിയർ ആയില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളെ സംസാരിപ്പിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള സമയമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തരാം. സോ ഈ ആ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അതൊന്ന് അറിയിച്ചു എന്ന് മാത്രം. സോ വൺസ് അഗെയിൻ അതെന്നെ പറഞ്ഞത് ഇപ്പൊ തന്നെ വോയിസ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ഐ എം ഗോയിങ് ടു അത് അങ്ങനെ വരൂടാ. അതെങ്ങനെ വന്നാലും നമ്മള് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചോ. ഞാനിവിടെ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ നോക്കിയേ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയിരിക്കും. കാരണം കണ്ടോ, ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ നമ്മുടെ കുഴപ്പം അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓൾ മ്യൂട്ട് കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളും ഇങ്ങനെ തന്നെയായിരിക്കും എടുക്കുക.
അതായത് നമ്മുടെ ലൈവ് സെഷൻസിലെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ക്ലാസ് എടുക്കുമ്പോഴും ടീച്ചേഴ്സ് ഓൾമ്യൂട്ട് കൊടുത്തിട്ടായിരിക്കും എടുക്കുക. ആൻഡ് ലാസ്റ്റ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്നത്, 10 മിനിറ്റ് ലാസ്റ്റ് കൊടുക്കും ടീച്ചേഴ്സ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അന്നേരം ടീച്ചറോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. അപ്പൊ പിന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പൊ കുട്ടികൾക്ക് ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് അവർക്ക് മനസ്സിലാവും, ലാസ്റ്റ് 10 മിനിറ്റ് അല്ലേ, അപ്പൊ ടീച്ചർ അൺമ്യൂട്ട് ചെയ്തപ്പോൾ അവർക്ക് ചോദിക്കാം. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ ടൈം നമ്മൾ വെറുതെ അതുകൊണ്ട് വേസ്റ്റ് ചെയ്യേണ്ട. എനിക്ക് ആ സംശയം ഇല്ല, അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആണ്. ക്ലാസ് എത്ര എടുത്തോ അത് ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ ലീവ് ദ റെക്കോർഡ് ക്ലാസ് അല്ലെ, നമുക്കത് അങ്ങനെ ലീവ് ചെയ്ത് പോകാം. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത്തരം സൗകര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നമ്മൾ അത് അത്തരം ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. റൈറ്റ്, ക്ലിയർ ആകുന്നുണ്ടല്ലോ? സോ വൺസ് അഗൈൻ വെൽക്കം ഓൾ ടു സ്മാർട്ട് ശ്രീ എഡ്യു കൺസൾട്ടൻസി. നിങ്ങൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് വിത്ത് പ്ലഷർ നിങ്ങൾ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സ് നിങ്ങൾ എടുത്തതിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ധൈര്യപൂർവ്വം എടുത്ത ആ ഒരു കോഴ്സ് കൂടി ഇരിക്കട്ടെ എന്തായാലും എന്ന് വിചാരിച്ച് എടുത്തവരും ഉണ്ട്, അല്ലാതെ എന്താ പറയാ മനസ്സെടുത്തവരുണ്ട്. നമ്മളുടെ PROസിന്റെ ഡിസ്റ്റർബൻസ് സഹിക്കാൻ പറ്റാതെ ആ കോഴ്സ് എടുത്തവരും ഉണ്ടായിരിക്കാം അല്ലെ. പിന്നെ ഇതിന്റെ സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി അതിന്റെ മറ്റ് എന്താ പറയുക സോഴ്സസിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ട് അങ്ങനെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും. മെനി അല്ല, എല്ലാവരും ഒരേ രീതിയിൽ ജോയിൻ ചെയ്തവരല്ലാതെ നിങ്ങൾ ആണെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതിലാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ? നിങ്ങളുടെ റിയാക്ഷൻസ് നിങ്ങൾക്ക് തമ്പായിട്ടോ യെസ് ആയിട്ടോ നോ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം കേട്ടോ. അതിന് യാതൊരു തടസ്സവും ഇല്ല. നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഡിസ്റ്റർബൻസ് കൂടുതലാകുക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ സോ യു ആർ ഈഗർ ടു നോ വാട്ട് ഈസ് ദിസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്, എന്താണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഈ കോഴ്സ് എന്താണ്. കുറെ പേരൊക്കെ അത് അങ്ങനെ പറഞ്ഞു, അപ്പൊ നിർബന്ധിച്ച് ചേർപ്പിച്ചു അല്ലെ. ചിലർ ഇതിന്റെ സാധ്യതകൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കി ചേർന്നവരുണ്ടായിരിക്കും. നിങ്ങളിപ്പോ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങളെ കോൺടാക്ട് ചെയ്ത PROസോ മറ്റുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടോ പഠിക്കുക നല്ല കോഴ്സാണെന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. കാരണം nowadays you have many chances or opportunities to search all these things. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് തപ്പിപ്പോകാൻ നമുക്ക് സാധ്യതകളുണ്ട്. പണ്ട് ഞങ്ങൾക്കൊന്നും അത് വരുന്നില്ല. നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്താ പറയാ കോഴ്സ് പഠിച്ചു അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞു തരാനോ സജസ്റ്റ് ചെയ്യാനോ നമ്മളുടെ അന്നത്തെ പാരന്റ്സിനൊന്നും അത്രയും എന്താ പറയാ കഴിവുള്ളവരായിരുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ നമ്മളുടേതായ ഇഷ്ടത്തിന് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോകും അല്ലെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കുട്ടികളോടായാലും നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ they have their own opinion. അവർക്ക് അവരുടേതായ ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു തീരുമാനമുണ്ട്. അവർക്കറിയാം, they can search it. അവർ സെർച്ച് ചെയ്ത് പല സ്ഥലത്തും കണ്ടുപിടിക്കും. എന്താണ് പറയാ ഏറ്റവും എളുപ്പം ജോലി കിട്ടാൻ സാധ്യതയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ കൂടുതൽ ആളുകൾ അത് ഏറ്റെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ എത്രയും പെട്ടെന്ന് നമുക്ക് അതിന് എന്താ പറയാ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ അറിയാനുള്ള മാധ്യമങ്ങളും ഒക്കെ ഇന്ന് അവർക്കുണ്ട്. സോ അതൊക്കെ കണ്ടുപിടിച്ച് അതിന്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ഓരോരുത്തരും ഓരോ കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങളും അതുപോലെ ചിലപ്പോൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് അല്ലെ. സെർച്ച് ചെയ്തവരുണ്ടോ ഇതിനകത്ത്? അല്ല, ഞങ്ങൾ ഇത് ആരൊക്കെയോ പറഞ്ഞു നിർബന്ധിച്ചിട്ട് മാത്രം ഞങ്ങൾ ഇവിടെ കയറിയിരിക്കുന്നവരാണ് എന്നുള്ളവർ മാത്രമാണോ? അല്ല, ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ഇതിന്റെ ബാക്കിയുള്ളവർക്ക് ഇനി അറിയാൻ ബാക്കിയുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. സോ അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും പല പല ഡിസ്ട്രിക്ട് കേരളത്തിലെ പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് അല്ലെ. കേരളത്തിന് പുറത്തുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇസ് ദർ എനിബഡി ഹു ആർ ഔട്ട് ഓഫ് കേരള, ഔട്ട് ഓഫ് സ്റ്റേറ്റ്? ആരെങ്കിലും ഉണ്ടോ? കേരള സ്റ്റേറ്റിന് പുറത്തുണ്ടോ ആരെങ്കിലും? ഓർ നിയർ ബൈ അവർ പ്ലേസ്, നമ്മുടെ ഈ തൊട്ടടുത്ത നോർത്ത് പറവൂരിന്റെ നെയ്ബർഹുഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? തൊട്ടടുത്ത പ്രദേശങ്ങളില് പറവൂർ എന്ന് പറഞ്ഞ പേര് കേട്ടിട്ടുണ്ടോ? നോർത്ത് പറവൂർ എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ നിങ്ങള്? യെസ്, കേട്ടിട്ടുണ്ട്. ഐ തിങ്ക് എന്താ പറയാ ഒരുപാട് സ്ഥലത്ത് ഇടുക്കി, മലപ്പുറം, കൊല്ലം അല്ലെ, ഇവിടുന്നൊക്കെ ഒത്തിരി ആളുകൾ നമ്മൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഏറ്റവും അടുത്ത പ്രദേശം പറവൂരിന്റെ ഏറ്റവും അടുത്ത ചുറ്റുവട്ട പ്രദേശത്തിലുള്ള ആരെങ്കിലും ഇതിനകത്ത് ഇവിടെ ഉണ്ടോ? എനിബഡി നിയർ ബൈ പ്ലേസസിലുള്ളവര് ആരാത്? ആഷ്മിൻ ഫ്രം where are you from? ആഷ്മിൻ പറയാമോ? ആഷ്മിൻ പറഞ്ഞു ഇവിടെ അടുത്തുള്ള ആളുണ്ട് എന്ന്. തിരുത്തിപ്പുറം. യെസ്,
തെറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ ഒരു നെയ്ബർഹുഡ് സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരാൾ മാത്രമേ ഉള്ളോ? ബാക്കിയുള്ളവരെല്ലാം പല പല ജില്ലകളിലുള്ളവരായിരിക്കാം. സോ എല്ലാ ജില്ലകളെയും നമ്മളിവിടെ ഒരുമിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ നമുക്കിനി ഒരുമിച്ചായിരിക്കും മുന്നോട്ട് പോകേണ്ടി വരില്ല. ഓക്കെ, നിങ്ങൾ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യില്ലേ? ഒപ്പം നിൽക്കില്ലേ? യെസ്, കാലത്തന്നെ ഉഷാറാവണം. കാലത്തന്നെ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ആൻഡ് നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് നമ്മൾ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഒരുമിച്ച് തന്നെ ഇത് അവസാനിപ്പിക്കണം. ഇടയ്ക്ക് വെച്ച് ആരും പോകരുത്. ഓക്കെ, ബിക്കോസ് വട്ടവർ യു സ്റ്റാർട്ട്, നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും അതിനെ ഒരു അവസാനിപ്പിക്കണം അല്ലെ? അവസാനിപ്പിക്കുന്നതിലാണ് അതിന്റെ കാര്യം. അത് അവസാനിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മളത് ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു റിസ്ക് ഫാക്ടർ നമ്മൾ ഉൾക്കൊള്ളാനായിട്ടാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെങ്കിൽ ആ റിസ്കിലോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഫേസ് ചെയ്യാനൊക്കെ നമുക്കുള്ള ഒരു കറേജ് നമുക്കുണ്ടായിരിക്കണം അല്ലെ? ഇടയ്ക്ക് വെച്ചിട്ട് പിന്തിരിഞ്ഞു പോകുന്നത് എന്താ പറയാ, ഭീരുത്വം എന്ന് പറയും അല്ലെ? അങ്ങനെ ചെയ്യരുത് അല്ലെ? നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് അതിൻ്റെതായ റിസൾട്ട് മുന്നോട്ട് ചെയ്ത് തോൽവികൾ ഏറ്റുവാങ്ങിയാണെങ്കിൽ പോലും മുന്നേറുന്നവർക്കാണ് എന്താ പറയാ, മുന്നേറുന്നവരെ മാത്രമേ നമുക്ക് ധൈര്യവാൻ അല്ലെങ്കിൽ ധൈര്യശാലി അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം നേടിയെടുത്തു അല്ലെങ്കിൽ അവൻ അത് വിജയിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ? ഒത്തിരി ഗ്രേറ്റ് മെൻസിനെ കുറിച്ച് നമുക്കറിയാം. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പല രീതിയിലും പോരാടിയ എന്തോരം ആൾക്കാരാ. അവരാണ് ഉന്നത സ്ഥാനം ഇന്നും നമ്മൾ മെമറൈസ് ചെയ്യുന്ന ഒരുപാട് ഗ്രേറ്റ് മെന്നിന്റെ പേരുകൾ നമുക്കറിയാം. എന്തുകൊണ്ട് നമ്മൾ അവരുടെ പേരുകൾ ഓർക്കുന്നു? അവര് പോരാടി പകുതി വെച്ച് പുറകോട്ട് പോയവരല്ല അല്ലെ? അവരെല്ലാം വിജയിച്ച് കാണിച്ച് എന്തൊക്കെയോ നേടിയെടുത്തവരാണ്. സോ നമ്മൾ അവരെ മെമ്മറിയിൽ ഓർക്കണം അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരെ നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഡേ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഏത് കാര്യവും നമ്മൾ ഏറ്റെടുത്താൽ പൂർത്തിയാക്കാനായിട്ടുള്ള ആ ഒരു കാര്യം കൂടി നമ്മൾ ഉണ്ടായിരിക്കണം. ഒന്നോ രണ്ടോ കുറച്ച് വരുമ്പോ അയ്യോ ഇത് പാടാണല്ലോ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് പകുതിക്കിട്ടിട്ട് പോകരുത് കേട്ടോ. അപ്പൊ അതുകൂടി ഞാൻ നേരത്തെ പറഞ്ഞേക്കട്ടെ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? വാട്ട് ഡു യു മീൻ ബൈ ദ വേർഡ് അഡ്മിനിസ്ട്രേഷൻ? എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? എന്താ അഡ്മിനിസ്ട്രേഷൻ? ടു മാനേജ്, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ, ടു മാനേജ്. സോ ഈസ് ഇറ്റ് എ ഈസി ടാസ്ക്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈസ് ഇറ്റ് ആൻ ഈസി ടാസ്ക് ടു മാനേജ്? ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല എന്ന് ഞാൻ പറയും. ബിക്കോസ് ഒരു മാനേജ്മെന്റ്, നമുക്കിപ്പോ എന്നോട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, എനിക്കത് ചെയ്യാൻ പറ്റും അല്ലെ? പക്ഷേ ടു മാനേജ് 2 or 3 people or a department or an organization as a whole, it's very difficult. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇപ്പൊ 1-2 ആൾക്കാരെ മാനേജ് ചെയ്യുക. എന്റെ സ്വന്തം കാര്യം ചെയ്യാനാണെങ്കിൽ ഓക്കെ, നമുക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. 100 out of 100 മാർക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് അപ് ടു മീ, എന്നെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. എനിക്കത് കൃത്യമായി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിശ്വാസമെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവരെ മാനേജ് ചെയ്ത് കൂടെ നിർത്തി ഒരു ലീഡർഷിപ്പോട് കൂടി അവരെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അതൊരു എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ അത്ര എളുപ്പമില്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ അങ്ങോട്ട് കാലെടുത്ത് വെച്ചേക്കുന്നത്. സോ അത്ര എളുപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പൊ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി എന്താ പറയാ കൂട്ടിച്ചേർക്കാണ്. എളുപ്പമല്ലാത്ത കാര്യത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്തിരിഞ്ഞു പോകുന്നു. ബുദ്ധിമുട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നമാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് പിന്തിരിഞ്ഞു പോയാൽ കാര്യമില്ല. നമ്മൾ മുന്നോട്ട് വെച്ച കാര്യം പുറകോട്ട് കിട്ടില്ല എന്നുള്ള വിശ്വാസത്തോടെ ചെയ്യണം, മുന്നേറാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. വേറെ എവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ജീവിതത്തിൽ വിജയം നമുക്ക് കിട്ടണമെങ്കിൽ എന്താ പറയാ, നമ്മൾ മുന്നോട്ട് എടുത്തു വെച്ച കാല് ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ടേക്ക് വെക്കരുത് എന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ആൻഡ് മൈ ഓൺ എക്സ്പീരിയൻസ്, എന്റെ സ്വന്തം എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. ഇവിടെ വരെ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്താ പറയാ, നമുക്ക് ആരെങ്കിലും ഇങ്ങനെ ഫോഴ്സ് ചെയ്യാനൊന്നും വേണ്ട. നമുക്ക് വിചാരിക്കണം, നമ്മൾ സ്വന്തം വിചാരിക്കണം ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒരു ശക്തിക്കും വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ കുറച്ച് വിശ്വസിച്ചാൽ മാത്രം മതി. ഓക്കെ, സോ അവർ ടാസ്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായതും എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയതും ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതുമാണ്.
ഉദാഹരണം പറയാം, നമ്മുടെ വീട് ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ എന്താ പറയാ പെൺകുട്ടികൾ അല്ലെങ്കിൽ വീട്ടില് വെറുതെ ഇരിക്കുന്നവരൊക്കെ ഒരു മെജോറിറ്റി നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് കയറാറുണ്ട്, മീൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നിങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. നമ്മളുടെ ഇപ്പൊ 100%-ല് ഒരു 50% ഓഫ് സ്റ്റുഡൻസും മിക്കവാറും ഹൗസ് വൈഫ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താ പറയാ കുറച്ച് ലാഗ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും, അവരവരെ ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് സമയമൊക്കെ കഴിഞ്ഞവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും അവരും ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ഒരു വീട് നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയും അല്ലെ, ഇട്ടിട്ട് പോകാൻ തോന്നുന്നു എന്ന്. ഇടയ്ക്കെങ്കിലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും പറയാത്ത എന്താ പറയാ വീട്ടമ്മമാരുണ്ടാവില്ല ഇത്. കാരണം എന്താ, നിങ്ങളൊക്കെ മേയിച്ചുകൊണ്ടാവാൻ ഒരുപാടുണ്ട്. കുട്ടികളായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, വീട്ടിലുള്ള പാരന്റ്സ്, നമ്മുടെ പാരന്റ്സോ ഗ്രാൻഡ് പാരന്റ്സോ ഒക്കെ ആയിക്കോട്ടെ. സോ വി ഹാവ് ടു മാനേജ് ദം ഓൾ അല്ലെ. ഇവരെല്ലാവരെയും മാനേജ് ചെയ്ത് എല്ലാവരെയും തൃപ്തപ്പെടുത്തി ഏത് രീതിയിലും അവരെ സാറ്റിസ്ഫൈഡ് ആക്കി കൊണ്ടുപോകണ്ടേ. അപ്പൊ അതിലാണ് നമ്മുടെ വിജയം. അപ്പോഴാണ് നമ്മളൊരു കുടുംബനാഥ, ഒരു വീട്ടമ്മ ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഇതിന് ഇച്ചിരി നിങ്ങളൊന്ന് ആലോചിക്കേ, അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടു മാനേജ് എ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ നമ്മളൊക്കെ എടുക്കാൻ പോകുന്ന ജോലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. യു സീ, we can see there are a lot of departments in a hospital. ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അതിന്റെ അകത്തോട്ട് ആ ഒരു കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് മുതൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് പരിചയപ്പെടാം അല്ലെ. കാഷ്വാലിറ്റി ഉണ്ട്, ഫാർമസി, ഇതൊക്കെ തൊട്ട് മുന്നിൽ കാണുന്നതായതുകൊണ്ടാണ് അതിന്റെ പേര് ആദ്യം പറഞ്ഞത് കേട്ടോ. കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ അകത്തോട്ട് കുറച്ച് കയറുമ്പോൾ ഫാർമസി ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ ഒരുപാട് നെയിംസ് എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഡോക്ടേഴ്സിന്റെ അവരുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫീൽഡ് അവരെടുത്ത് വെച്ചിരിക്കും. അപ്പൊ കാർഡിയോളജി അല്ലെ, ഓർത്തോപെഡിക്സ്, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി എന്നൊക്കെ പറയുന്ന ഓരോ നെയിം ബോർഡുകളുള്ള ഡോക്ടേഴ്സിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്ന ആ ബോർഡുകൾ കാണാം അല്ലെ. പിന്നീട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ കൂട്ടി കാണാം അല്ലെ. സ്കാനിങ്ങിന് വേണ്ടിയിട്ട്, റേഡിയോളജിക്ക് വേണ്ടിയിട്ട്, ലാബ് ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി ലബോറട്ടറി സർവീസസ്, CSST സ്റ്റെറിലൈസിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളൊന്ന് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലൊന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ കാണാം. ആൻഡ് ടു coordinate, to manage, to schedule all the functions of these all departments, and also to track and to make sure that all these departments are functioning well. It is the duty of a hospital administrator. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും എന്ത് ചെയ്യണം, നമ്മൾ മാനേജ് ചെയ്യണം, അവിടുത്തെ കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്യണം, അവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. ഇതെല്ലാത്തിനും പുറമെ നമ്മൾ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങളെ ട്രാക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ട്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെല്ലാം whether they are performing their duties well, where they are providing great services, അതായത് അവിടെ കൊടുക്കുന്ന സേവനങ്ങളെല്ലാം നല്ല വിലപിടിപ്പുള്ളത്, വിലയേറിയത്. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളുടെ ദയനീയമായ അവസ്ഥ നമുക്കറിയാലോ. മനുഷ്യന്മാർ അവിടെ വരുന്നത് അസുഖങ്ങളായിട്ട് വരുന്ന മനുഷ്യർക്ക് ദേ ആർ നോട്ട് മെന്റലി ഫിറ്റ്. തീർച്ചയായിട്ടും ഓർക്കുക, അവർക്ക് മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. കാരണം രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അത്രയും നേരമൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര ഇതൊക്കെ ആയിട്ട് നടന്നിരുന്ന ആളുകൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ തളർന്നു പോകും, ചത്തു പോകും, മരിച്ചു പോകും എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ. ബിക്കോസ് ഇന്നത്തെ നമ്മുടെ അസുഖങ്ങൾ അങ്ങനെയൊക്കെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. രോഗങ്ങളൊക്കെ ചിലപ്പോൾ ചിലതിന്റെയൊക്കെ സിംറ്റംസ് ആണ്. അപ്പൊ നമുക്ക് ഭയങ്കര പേടിയാണ്. രോഗങ്ങൾ വരുമ്പോൾ പേടിക്കാത്ത മനുഷ്യന്മാരൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ അവിടെ വരുന്ന പേഷ്യൻസിനോട് ഏത് രീതിയിലുള്ള ഒരു എന്താ പറയാ സമീപനം, ഒരു അപ്രോച്ച് ആണ് ഓരോ സ്റ്റാഫിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ഉള്ളത് എന്ന് കൂടി എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളുടെ ഡ്യൂട്ടിയാണ്. അതാണ് പറഞ്ഞത് ഞാൻ. നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് HA ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത്രയും വിശാലമാണ്, അത്ര വലുതാണ്. അതായത് ഒരു ഭയങ്കരമായ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുക എന്ന് മാത്രമല്ല, നോക്കേണ്ടത് ഞാൻ കാണേണ്ടത് എന്നുള്ളതല്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് അതിനെ ഒരുക്കണം ഹോസ്പിറ്റലിൽ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് കോഴ്സ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് വൈ the demand for such a hospital administration becomes so famous. ഇത്രയും ഫേമസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഇത്രയധികം ഡിമാൻഡ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ്? What is the reason behind it? എന്താണെന്ന് പറയാൻ പറ്റുമായിരിക്കുമോ? നിങ്ങൾ പറയോ? Yes, it is due to two reasons. പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ്. എന്താണെന്നറിയോ? First of all, it is due to the increased population of our country.
ഒന്നാമത്തെ കാര്യം നമ്മളുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ആണ് അല്ലെ. നമുക്ക് ഫസ്റ്റ് എന്താ പറയാ പൊസിഷൻ ആണ് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ കാര്യത്തിൽ. അപ്പൊ ആ ഒരു നിലയ്ക്ക് പോപ്പുലേഷൻ വർധനവ്, ജനസംഖ്യ വർധനവും ആൻഡ് ഓൾസോ ഇൻക്രീസ്ഡ് ഡിസീസസ്, ടൈപ്പ് ഓഫ് ഡിസീസസ്, വർദ്ധിച്ചു വരുന്ന പലതരത്തിലുള്ള രോഗങ്ങളും, ഈ രണ്ട് കാരണങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന് ഇത്രയധികം വ്യാപ്തി നേടിക്കൊടുത്തത് എന്ന് നമുക്ക് പറയാം. ബിക്കോസ് ഇന്ന് പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയോ ആരും തന്നെ ആരുടെയും ബുദ്ധിയിലോ കിച്ചോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 10-25 വർഷം മുമ്പൊക്കെ ഇത്രയും ഫെമിലിയർ ആയിട്ട് ഈ ഒരു കോഴ്സ് വന്നിട്ടില്ല. കാരണം എന്താ, അന്ന് ഈ പറയുന്ന രീതിയിലുള്ള രോഗങ്ങളോ അതിക്രമിച്ചു വരുന്ന പല രീതിയിലുള്ള രോഗങ്ങൾക്കോ ഇത്രയധികം സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മളുടെ എന്തുകൊണ്ടാണ് ഇത്തരം രോഗങ്ങളൊക്കെ പെരുകാനുള്ള കാരണം, അതിനും കാരണമൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ കൂട്ടാക്കില്ല എന്ന് മാത്രം. എന്തൊക്കെ കാരണങ്ങള്? മോസ്റ്റ് പ്രോബബ്ലി അതിനുള്ള കാരണങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അല്ലെ, നമ്മുടെ ജീവിത രീതി ആൻഡ് അവർ ഫുഡ് ഹാബിറ്റ്സ് അല്ലെ. കൂടുതൽ ജങ്ക് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഫാസ്റ്റ് ഫുഡുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ. നമുക്ക് ജോലി ചെയ്യാനൊന്നും, അതായത് വീട്ടിൽ പോയിട്ട് അതൊക്കെ ഉണ്ടാക്കി ഇതിനാണ് ഈ പാട് വയ്ക്കുന്നത് അല്ലെ. വീട്ടിൽ ചെന്ന് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ചില ആളുകൾ ഫാമിലി ഒക്കെ ആയിട്ട് ഈവനിങ്ങിലൊക്കെ ടൈമിലൊക്കെ നമ്മൾ ഇറങ്ങി അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഉറങ്ങാം. ബിക്കോസ് എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രങ്ങളൊക്കെ എന്താ പറയാ ചീത്തയാകും. അപ്പൊ അത് നമ്മൾ കഴുകണം, പിന്നെ തുടയ്ക്കണം, വൃത്തിയാക്കണം, ഒത്തിരി പണി അതിന്റെ ബാക്കിലുണ്ടായിരുന്നു. എന്നാൽ അവിടെ പോയിട്ട് അത് കഴിച്ചിട്ട് അവിടെ പാത്രം വെച്ചിട്ട് കൈ എഴുതി പോന്നാൽ പോലെ ഒന്ന് കിടക്കാം അല്ലെ. കൂടുതലും നമ്മൾ കഴിയും. പിന്നെ അതുപോലെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനോ മറ്റു കാര്യങ്ങളിലും പോകും. ഇനിയിപ്പോ ഇതൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുപോകണ്ട, സമയം പോയി, സമയത്ത് അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വഴക്കേക്കണം. അതുകൊണ്ട് ഫുഡ് എടുക്കുന്ന സമയത്തിട്ട് ഉച്ചയ്ക്ക് അവിടെ ഓർഡർ ചെയ്ത് അവിടെ ആരെങ്കിലും ഒക്കെ കൊടുത്തരും. ഇതൊക്കെ തന്നെ ഈ മനോഭാവങ്ങളൊക്കെയാണ് നമ്മളെ കൂടുതൽ ദിവസം ചെല്ലുന്നതോറും രോഗികളാക്കുന്നത്. ഇതൊക്കെ അറിയാത്ത കാര്യമാണോ? ഇതൊക്കെ എന്തെങ്കിലും ടീച്ചറോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നല്ലേ പറയാ അല്ലെ. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നും. തീർച്ചയായിട്ടും ഇത് പറയേണ്ട കാര്യങ്ങളല്ല, പക്ഷെ നമ്മൾക്ക് അറിയാമെങ്കിലും നമ്മൾ ആരും ഇതിന് എന്താ പറയാ തിരിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളിലും ഒക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സ് ഇത്ര ഡിമാൻഡഡ് ആകാനുള്ള ഒരു കാരണം. നവഡേയ്സ് ഇന്ന് പല എന്താ പറയാ ഹോസ്പിറ്റൽസിൽ, അതുപോലെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ദെൻ ഓൾസോ ഹെൽത്ത് കെയർ സർവീസ് നൽകുന്ന ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലബോറട്ടറീസ്, ഓൾ ദീസ് പ്ലേസസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേഷന്റെ, ഇത്തരം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു സാധ്യതകൾ, ജോലി സാധ്യതകളും ഒക്കെ വർദ്ധിച്ചു. കാരണം ഇവിടെയൊക്കെ പല കാര്യങ്ങളും മാനേജബിൾ അല്ല. ആ മാനേജബിൾ അല്ലാത്ത കാര്യങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ആരുടെയൊക്കെയോ ബുദ്ധിയെ കുറിച്ച ഇതൊരു കോഴ്സായിട്ട് ഇന്ന് 6 months ഇത് ഇത്രയും വൈഡായിട്ട് ആളുകൾ എടുക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അപ്പൊ സാധ്യതകൾ ഒരുപാടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല കേട്ടോ, സാധ്യതകളുടെ പട്ടിക ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സായി മാറിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആകുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണട്ടാ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കാരണം. ഇനി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ദിസ് കോഴ്സ്? ഈ എന്താ പറയാ കോഴ്സിന്റെ ഒരു വീക്ഷണം അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, see, while you are obtaining a hospital administration course and also obtaining a diploma, ഇതിന്റെ ഒരു ഡിപ്ലോമ കോഴ്സ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ you can add on to your recent educational qualification. നിങ്ങളുടെ കയ്യിലുള്ള ക്വാളിഫിക്കേഷന്റെ കൂടെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടി ആഡ് ഓൺ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം അല്ലെ. നമ്മളിപ്പോ എന്ത് കോഴ്സ് പഠിച്ചാലും ഇതൊക്കെ ഇങ്ങനെ കൂട്ടി ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളായിട്ട് വെച്ചതുകൊണ്ട് എന്താ പ്രധാനപ്പെട്ട പലരും ചോദിക്കും. അതൊക്കെ അവിടെ നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല നമുക്ക്. ബിക്കോസ് ഇത് നമുക്ക് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് കാര്യവും, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, എന്ത് കോഴ്സ് പഠിച്ചാലും ചില ആളുകൾ ഇതെന്തിനാ അത് പഠിച്ചിട്ട്, ഇതെന്തിനാ ഇത് പഠിച്ചിട്ട് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും. നെഗറ്റീവ് അടിക്കുന്നവർക്ക് അങ്ങനെ നെഗറ്റീവ് മൈൻഡേ വരുള്ളൂ. ബിക്കോസ് നമ്മൾ ആലോചിക്കുക, എന്തും അറിവ് എന്ന് പറയുന്നത് അത് നമുക്ക് നേടും തോറും ഒട്ടും തന്നെ നമ്മളിൽ നിന്ന് എന്താ പറയാ കുറഞ്ഞു പോകുകയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റോ നമുക്ക് ഒരു അറിവ് നേടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല അല്ലെ. നമ്മൾ കുറെ ആവശ്യമില്ലാതെ കുറെ വയറ് നിറഞ്ഞാലും കഴിച്ചുകൊണ്ടിരുന്ന അതിന്റെ ആഫ്റ്റർ എഫക്ട് നമുക്കറിയാലോ, അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്താ പറയാ അറിവ് നേടിക്കൊണ്ടിരിക്കും തോറും അത് ഒരിക്കലും തന്നെ കുറഞ്ഞു പോകുന്നില്ല. നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലൂടെ
can add on one more educational qualification while you are obtaining the diploma of hospital administration. ഇതിന്റെ കൂടെ നമുക്ക് add on ചെയ്യാം. And also ഈ hospital administration ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക മാത്രമല്ല, you can become a part of health care organization or health care institute. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ മേഖലയിലോ ഹോസ്പിറ്റലുകളിലോ ഒരു ജോലി എന്നതുകൂടി ഉറപ്പാക്കാനുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചാലുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ, രണ്ട് സ്കോപ്പാണ്. ഒന്ന് നമ്മളുടെ അറിവ്, ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലകൾ കൂടി നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്താ പറയാ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ ഒരു ഭാഗമാകാനും പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്? ഹു ആർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്? ആരാണ്? നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാൻ പവർ, മനുഷ്യന്മാർ, അതായത് തൊഴിലാളികൾ ചെയ്യുന്ന ജോലികളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ, അവരുടെ റിക്രൂട്ട്മെന്റ്, അവരെ സെലക്ട് ചെയ്യുന്നത്, അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത്, അവരുടെ ജോലിയുടെ പെർഫോമൻസുകളുടെ ആ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അളക്കുന്നത്, ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, HR അല്ലെ. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഹോസ്പിറ്റൽസിന് അതിന്റേതായ ലോസ് ആൻഡ് ഓർഡേഴ്സ്, അവിടെ നിയമങ്ങളും, അവിടെ പല പ്രൊസീജിയേഴ്സ്, അവിടെ കുറെ പ്രിൻസിപ്പിൾസ് അവർക്ക് ഫോളോ ചെയ്യേണ്ട, അവരുടെ സ്റ്റാഫുകളായിക്കോട്ടെ എന്ത് കാര്യത്തിലും ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളിലാണ്. And the head of that particular department are responsible to manage all their departments. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അവരവരുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് തന്നെ മാനേജ് ചെയ്തോളും. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഷിഫ്റ്റ് അനുസരിച്ച് രാവിലെ 8 മണി തുടങ്ങി 10 മണി വരെ ഒരു ഡോക്ടർ ഇരിക്കുന്നു, 10 മണിക്ക് ശേഷം വേറൊരു ഡോക്ടർ ഇരിക്കുന്നു, ആഫ്റ്റർനൂൺ സെഷനിലാണെങ്കിൽ വേറെ ഡോക്ടർ ഇരിക്കുന്നു. അപ്പൊ കാർഡിയോളജി വിഭാഗത്തിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു 3-4-5 ഡോക്ടർമാരൊക്കെ ഉണ്ടായിരിക്കും. ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് വിൽ ഹാവ് their head. എന്നാൽ ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ എന്തുണ്ട്? ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് അവിടുത്തെ ഹെഡ് ഉണ്ടായിരിക്കും. ലോസ് ആൻഡ് ഓർഡേഴ്സ് ഒക്കെ ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവർക്കും ഹെഡ് ഉണ്ടായിരിക്കും. അവരവരുടെ ഹെഡിനും ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ മാനേജ് ചെയ്താൽ മതി അല്ലേ? അങ്ങനെയല്ലേ? പക്ഷേ എന്നാൽ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന ഒരു ആള് വേണ്ടേ? അല്ലെങ്കിൽ ഒരാളല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. തീർച്ചയായിട്ടും ഒരു കൂട്ടം ആളുകൾ വേണം എന്നുള്ളത് തോന്നി. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, those who manage all these departments in a hospital. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് ആവശ്യം വന്നു. അതുകൊണ്ടാണ് ആരുണ്ടായത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ലോ ആൻഡ് ഓർഡേഴ്സ് കീപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ, ഇതിനെല്ലാം മാനേജ് ചെയ്യാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ആവശ്യം വന്നു. അതാണ് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അടങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അത് അതിന്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം മാനേജ് ചെയ്യാൻ. നമുക്ക് പറയുകയാണെങ്കിൽ ഞാനൊരു ചെറിയൊരു ഞാൻ പറയാം. ഇറ്റ്സ് ബേർഡ് ഐ വ്യൂ. ദാറ്റ് മീൻസ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന നിലയിൽ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എങ്ങനെ വേണമെന്ന് അറിയാമോ? ഇറ്റ്സ് എ ബേർഡ് ഐ വ്യൂ എന്ന് ഞാൻ പറഞ്ഞു. എന്താ ബേർഡ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ ബേർഡിന്റെ പ്രത്യേകത എന്താ? ബേർഡ് ഇങ്ങനെ ആകാശത്ത് ഉയർന്നു പറക്കുന്ന ഒരു പക്ഷികളല്ലേ. അപ്പൊ പക്ഷികൾക്ക് എന്ത് പറ്റും? പൊക്കത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റും ഒരുപാട് വിശാലമായ ഒരു കാഴ്ച അതിന് കിട്ടുന്നു എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയല്ലേ? ആണോ? അപ്പൊ അതുപോലെ ആയിരിക്കണം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പൊക്കത്തിൽ നിന്നിട്ട് എല്ലാത്തിനെയും മാനേജ് ചെയ്യുക. പൊക്കത്തിൽ നിന്ന് മാനേജ് ചെയ്യുന്നത് പൊക്കത്തിലേക്ക് പോകണ്ട, പക്ഷെ എല്ലാത്തിനെയും നമുക്ക് ആ ഒരു കാഴ്ചയാണ്, ആ ഒരു വ്യൂ ആണ് വേണ്ടത്. ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഞങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നുണ്ടോ, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവിടുത്തെ വർക്ക്സ് എല്ലാം അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് എന്റെ ഗ്രൂപ്പിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി. അതേസമയം ഓരോ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താ? അവരുടെ വ്യൂ എങ്ങനെയാണ്? ഒരു വേം ഐ വ്യൂ ആണ്. വേം ഐ എന്ന് പറഞ്ഞാൽ കീടം, അത് താഴെയായിരിക്കും, മണ്ണിലായിരിക്കും അല്ലെ. അതിന്റെ ആ കുഞ്ഞ് കിട്ടാവട്ടത്തുള്ള കാര്യം മാത്രം അതിന് നോക്കിയാൽ മതി. റൈറ്റ്? മനസ്സിലായോ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡുകളുടെ മാനേജ് ചെയ്യുന്നതും അതായത് ഹോസ്പിറ്റൽ ആസ് എ ഹോൾ മാനേജ് ചെയ്യുന്നതും രണ്ട് വ്യൂവിലാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആളുടെ വിഷൻ എങ്ങനെയായിരിക്കണം? ഒരു ബേർഡ് ഐ വിഷൻ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്.
മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, സോ അതാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്യുക. And as you know, what about the qualification of this course? എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് നമ്മുടെ PROs ഇവിടെ കോൺടാക്ട് ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ആൻഡ് അതുപോലെ തന്നെയാണ് +2 ആണ് നിങ്ങൾക്ക് എനി ലെവൽ ഓഫ് +2 ആണ്, whether it is commerce, humanities or science. ഏത് വേണമെന്ന് നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. +2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഏത് ആൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് നമുക്ക് ഏറ്റെടുത്ത് പഠിക്കാം എന്നുള്ളതാണ്. ആൻഡ് യു ക്യാൻ കംപ്ലീറ്റ് ദ കോഴ്സ്, അതായത് ആ ഒരു 6 months കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു +2 ലെവലിലുള്ള ആർക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെ. +2 കഴിഞ്ഞ് ഡിഗ്രി ഉള്ളവർക്ക് എടുക്കാൻ പറ്റൂലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അപ്പൊ ഡിഗ്രി ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം അങ്ങനെയുള്ളവർക്ക്. ആൻഡ് യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓൾസോ എ പാർട്ട് ഓഫ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ നിങ്ങൾ അതെടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്കും എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മുടെ റോൾ എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ എന്താണ്? See, after completing the diploma or ചില ആളുകൾ ഡിപ്ലോമ അല്ലെങ്കിൽ PG ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. You will become a skilled professional in hospital administration. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ഒരു ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ, സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്കിൽഡ് പ്രൊഫഷണൽ ആയി മാറും. ആൻഡ് ഓൾസോ യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓൾസോ മാനേജിംഗ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ എന്താകും, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒരു സ്കിൽഡ് പ്രൊഫഷണൽ, ഒരു തികച്ചും നല്ല യോഗ്യതയുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറുകയും ചെയ്യും. നമുക്ക് ഹോസ്പിറ്റൽസിന്റെ ഫങ്ഷൻസിന്റെ ഉറപ്പുവരുത്താം, അതിനെ മാനേജ് ചെയ്യാം, അതുപോലെ ഹോസ്പിറ്റൽസിന്റെ ഭാഗമാകാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, then what are the job opportunities awaiting? നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ജാലകങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്യുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻസൈഡ് ദ കൺട്രി, ഔട്ട്സൈഡ് ദ കൺട്രി, ബോത്ത് നമുക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് എന്താ പറയാ വാലിഡിറ്റി ഉണ്ട്. ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇൻസൈഡ്, ചിലപ്പോൾ നമുക്ക് ഇന്ത്യയിൽ മാത്രം ജോലി ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും അല്ലെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റൽസിൽ, അതുപോലെ തന്നെ പുറത്ത് എബ്രോഡിലും നമുക്ക് ഇതിന്റെ ചാൻസസ് ഒരുപാടുണ്ട്. ആൻഡ് അത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഇടങ്ങളിലാണ് നമുക്ക് ഈ ഒരു ജോലി സാധ്യതകൾ ഉള്ളത് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, government health services, educational institutions, health insurance companies, medical health facilities, international healthcare organizations, rehabilitation centers and private nursing homes. ഇവിടെയൊക്കെ നമുക്ക് നമ്മളുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോഴ്സ് സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെസ്യൂമെ അവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അവർക്ക് എന്താ പറയുക ഒഴിവ് നോക്കിയൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാനും നമ്മളെ വിളിക്കാനും ആയിട്ടൊക്കെ അന്നേരം അവർ ശ്രദ്ധിക്കും. അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങൾ ഹോസ്പിറ്റൽസിന് മാത്രമല്ല, പബ്ലിക് ആയിട്ടുള്ള ഹെൽത്ത് ഏജൻസീസ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. പിന്നെ ലബോറട്ടറീസിലൊക്കെ ഇന്നൊക്കെ ആവശ്യമുണ്ട്, വലിയ ലബോറട്ടറീസ്, അതായത് വലിയ ലാബ് ടെസ്റ്റുകളൊക്കെ എന്താ പറയാ ഏകദേശം ഒരു ഹോസ്പിറ്റൽസിന്റെ ഒക്കെ വലിപ്പമുള്ള ചില ലാബുകളൊക്കെ ഉണ്ട്. കുഞ്ഞു ലാബല്ല അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം ലാബ്സിലൊക്കെ ഇന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണോ പോസിബിൾ ആയിട്ടുള്ളത്, ആൻഡ് നിങ്ങൾ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ചെന്ന് നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താനൊക്കെ സാധിക്കും. And then what about the salary of this course? ഈ ഒരു കോഴ്സിന്റെ സാലറി എന്താണെന്നാണ് after you are completing your hospital administration of diploma course ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ you will get a salary of ₹10,000 to ₹20,000. 10 മുതൽ 20,000 രൂപ വരെ പെർ മന്ത് നമുക്ക് റിസീവ് ചെയ്യാവുന്നതാണ്. ഓൾസോ ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിൽ, ഗവൺമെന്റ് ആണെങ്കിൽ ഇത് ഓഫർ ചെയ്യുന്നത് 30,000 to 40,000 ആണ്. 30 മുതൽ 40,000 പെർ മന്ത് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ചാൻസസ് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ എല്ലാവരും ഉണ്ട്, പക്ഷെ എന്താണ് ഈ കോഴ്സുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഓരോ കോഴ്സിനും അതിൻ്റെതായ ജോലി സാധ്യതകളും അതിൻ്റെതായ പ്രത്യേകതകളും പ്രാധാന്യവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ഇനി മാത്രമല്ല, ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ഒരുപാട് പേരൊക്കെ പിന്തിരിപ്പിക്കാനൊക്കെ വരും, പക്ഷെ നമ്മൾ അതിലൊന്നും ചെയ്യരുത്. 2 എയിമാണ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് 2 എയിമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് നമ്മളുടെ നിലവിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒപ്പം നമുക്ക് നേടുന്ന ഒരു അറിവ് കൂടിയാണ്.
ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റായിട്ടോ ഒക്കെ നമ്മളുടെ കുട്ടികൾക്കൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുമ്പോൾ ഒരുപാട് വിശാലമായ കാര്യങ്ങൾ ഹോസ്പിറ്റൽസിനകത്തുള്ള നമുക്ക് പഠിക്കാനുണ്ടേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പിള്ളേരെ തെറ്റൊക്കെ പറഞ്ഞു പഠിക്കുമ്പോഴൊക്കെ നമുക്കൊന്ന് തിരുത്താൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ അവർക്കതൊന്ന് നമുക്ക് ഡിറ്റെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമ്മളുടെ അറിവാണ്. അപ്പൊ നമ്മളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയോ അത് നമ്മളുടെ തന്നെ അറിവ് നേടിയെടുക്കാനോ ഒക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ്സ് യുവർ ബെസ്റ്റ് ചോയ്സ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന അവസരം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചൂസിങ് ഒട്ടും തന്നെ മോശമല്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. തീർച്ചയായിട്ടും നമ്മളുടെ കഴിവാണ് അത് ഏത് രീതിയിൽ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും ഓരോ കോഴ്സ് പഠിക്കുമ്പോൾ, ഇത് പഠിച്ച ജോലി കിട്ടോ, ഇത് പഠിച്ച ജോലി കിട്ടോ, എന്ത്. ഇപ്പൊ കുട്ടികൾ വരെ, ചെറിയ കുട്ടികൾ എന്ന് വെച്ചാൽ +2 കഴിഞ്ഞിട്ട് ഉള്ളവരും ഇപ്പൊ ഡിഗ്രി ഒക്കെ 4 years ആക്കി. അറിഞ്ഞോ? നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഡിഗ്രി ഒക്കെ 4 years ആക്കിയത് അറിഞ്ഞോ? ഇറങ്ങിപ്പോയോ എല്ലാവരും? ഇറങ്ങിപ്പോയോ? ഇല്ല. ഓക്കെ, അപ്പൊ ഡിഗ്രി കോഴ്സ് 4 yearsലാക്കി ആക്കി. അപ്പൊ എല്ലാവർക്കും എന്താണെന്ന് അറിയാമോ, 4 വർഷം പഠിക്കലില്ല. +2 തന്നെ ഒരു കണക്കിനാ പിള്ളേർ പഠിച്ചറിഞ്ഞത്. അപ്പൊ അവര് വിചാരിക്കും, ഇപ്പൊ 4 വർഷം പഠിക്കണമെന്ന് അല്ലെ. അത് കഴിഞ്ഞിട്ട് 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടോ? അതുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സംശയങ്ങൾ. അതുപോലെ ഏത് പഠിക്കാൻ വരുമ്പോഴും ഇപ്പൊ കുട്ടികളോട് പറയും, അന്നാ നീ ഇത് പഠിക്കും. അപ്പൊ അവര് പറയും, ഇത് പഠിച്ച അപ്പൊ തന്നെ ജോലി കിട്ടോ? എല്ലാവരും ഒരു എന്താ പറയാ, വേഗം തന്നെ ജോലി കിട്ടണം. അല്ലെങ്കിൽ അതും പോരാതെ നമുക്കറിയാം, നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ ജോലികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് നമ്മളുടേതായ ഒരു രീതിയിലേക്കുള്ള ജോലി തന്നെ കിട്ടണം എന്ന് വിചാരിക്കുന്നവരും ഉണ്ട് ഒരുപാട്. ഓക്കെ, നമ്മൾ പഠിച്ചെടുത്തത് അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യമാണ് എന്ന് അതുവരെ ഞാൻ ജോലിക്ക് പോകുന്നില്ല, അതെനിക്ക് കിട്ടുന്നത് വരെ ഞാൻ ഇങ്ങനെ ശ്രമിച്ചോണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ അതുവരെ ഞാൻ ഇങ്ങനെ അനങ്ങാതിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഓൺ അറിവ്, നോളജ് വർദ്ധിപ്പിക്കാനും അത് വളരെയധികം ഒരു കാര്യമാണ്. നമ്മൾക്ക് ഈ ലോകത്ത് എന്തൊക്കെയുണ്ടെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഒരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിനുള്ളിൽ ഒരുപാട് ചില ആളുകൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡിഗ്രി സമ്പാദിക്കുന്നവരുണ്ട്. ഒത്തിരി ഡിഗ്രീസ്. കാരണം ഇന്നത് പഠിച്ചു, അത് കൊമേഴ്സിന്റെ ഒരു ഡിഗ്രി ആയിരുന്നു, എന്നെ കുഴപ്പമില്ല, വെറുതെ ഇരിക്കല്ലേ, എന്തായാലും ഞാനൊരു ഡിസ്റ്റന്റ് ആയിട്ട് വേറെ ഒരു ഡിഗ്രി കൂടി സമ്പാദിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് വേറെ എടുക്കുന്നവരുണ്ട്. എന്തിന്? എന്താണ് കാരണം? ചില ആളുകൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അറിയണം, അറിവ് നേടണം അല്ലെ. അത് അവർക്ക് ഒരു അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അതും നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാനും അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് കഴിവിനനുസരിച്ച് ഉപയോഗിക്കാനും കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതിരിക്കാനും ഒക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അല്ലെ. ഈ കോഴ്സ് ഒക്കെ പഠിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ജോലി കിട്ടുമോ എന്നുള്ളത്. ഈ ജോലി കിട്ടുക എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതുമായിട്ട് ഡിഗ്രി പഠിച്ച് 4 വർഷം കഴിഞ്ഞ് ഇറങ്ങും. ഒത്തിരി കുട്ടികളൊക്കെ +2 കഴിഞ്ഞ് അവരുടെ എന്താ പറയാ റിസൾട്ട് ഒക്കെ കഴിയുമ്പോൾ നേരം അവര് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. അതായത് അടുത്ത കോളേജിലേക്കുള്ള അഡ്മിഷൻസ് വേണ്ടി ശ്രമിക്കും. കോളേജുകാർ ഓഫർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഇവിടുന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കയറ്റാം, ഓഫർ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇറ്റ്സ് അവർ എന്താ പറയാ, നമ്മളുടെ ടാലന്റ് ആണത്. നമ്മളാണ് അത് നേടിയെടുക്കാൻ ഏത് രീതിയിലും അതിന് കൂടുതലും പരിശ്രമിക്കേണ്ടത്. അത് നമുക്ക് ഉള്ളിൽ വരേണ്ടതാണ്. മനസ്സിലായോ? ഒരു എന്താ പറയാ 80% നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മളുടേതായ രീതിയിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അത് നമ്മളുടെ എന്താ പറയാ അക്കാഡമിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കംപ്ലീഷനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യുകയാണ്. അതേസമയം തന്നെ ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ്, ആ തുടക്കം മുതൽ അവസാനം വരെ ഇതിന് എനിക്ക് പഠിച്ചിറങ്ങിയാൽ അപ്പൊ തന്നെ എനിക്ക് ജോലിക്ക് പോകണം, അതെന്റെ ഒരു ആവശ്യമാണ്, നെസസിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം. വി ഹാവ് ടു ട്രൈ അവർസെൽവ്സ്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് അതിനുവേണ്ടി പരമാവധി ശ്രമിക്കണം അല്ലെ. ഇന്റർവ്യൂസിൽ അറ്റൻഡ് ചെയ്യണം, നമ്മളുടെ എന്താ പറയാ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെസ്യൂമേസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ അവർ പറയുമ്പോൾ പറയുന്ന കൃത്യസമയത്തൊക്കെ ഇന്റർവ്യൂസിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. പഠിക്കുന്ന കാര്യങ്ങൾ അത് മറന്നു പോകാതിരിക്കാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ ചെന്നിരുന്നിട്ട് ഓടി ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഓടിപ്പോയി ബുക്ക് മറച്ചു നോക്കിയിട്ട് ഇന്നതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ള ഇതൊന്നുമല്ല, പുസ്തകത്തിനകത്തുള്ളതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നേരം ചോദിക്കാം. നമ്മുടെ അക്കാഡമിക്കില് നമുക്ക് എന്താണോ ചോദിച്ചേക്കുന്നത് അതിന്റെ റിസൾട്ട് നിങ്ങളുടെ മാർക്സ് ആയിട്ട് അവിടെ മാർക്ക് ഷീറ്റിൽ ഉണ്ടായിരിക്കും അല്ലെ. കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഹൗ യു ആർ എലിജിബിൾ
അല്ലെ, ടു പെർഫോം ഓൾ ദീസ് തിങ്സ്. നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യും എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അത് നമ്മുടെ പെർഫോമൻസിലാണ് ഇരിക്കുന്നത്. ആ പെർഫോമൻസ് കൊണ്ടുവരുന്ന രീതിയിലുള്ള സ്മാർട്ട്നെസ്, ബുദ്ധി, മറ്റു കാര്യങ്ങൾ എല്ലാം നമ്മളുടെ ഈ കോഴ്സിനോടൊപ്പം ആഡ് ഓൺ ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമുക്കൊരു ജോലിയിലേക്ക് എത്താൻ സാധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ഏത് കോഴ്സ് പഠിക്കുമ്പോഴും അത്യാവശ്യമായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഇനി മാത്രമല്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് കുറച്ച് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുക. ഒരു ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ എല്ലാ ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ കോഴ്സിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ നിങ്ങൾ മനസ്സിലാക്കണം. വാട്ട് എവർ ഡിസീസസ് ആർ ട്രീറ്റഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെ ഡിസീസസ് ആണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, ഇന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വിധമൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. മെഡിക്കൽ ടേംസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കുറച്ചൊക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു എന്താ പറയാ ഉദ്യമം എന്ന് പറയുന്നത് അത്ര മോശമല്ല. ആൻഡ് ഓൾസോ അത് വളരെ നല്ല ഒരു കോഴ്സും ആണ്. മാത്രമല്ല ഇന്ന് ഒരുപാട് ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടിയാണ്. അപ്പൊ ഈ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ ആണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാമാണ് നമ്മളിൽ നിക്ഷിപ്തമാകാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നമ്മൾ ഫ്രം ദ ഡേ ഫസ്റ്റ് തുടങ്ങി എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പഠിക്കുന്നതോടൊപ്പം തന്നെ അതിന് മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആകുകയും വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഹോസ്പിറ്റൽസിൽ കൂടുതലും ആളുകൾ വരുന്നത് എങ്ങനെയാ, നമുക്കറിയാം രോഗം വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക. മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് പോലെയല്ല അല്ലെ. മറ്റു സ്ഥലത്തിലൊക്കെ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ അല്ലെ 2 days ഒക്കെ നമ്മൾ സ്റ്റേ ചെയ്ത് നമ്മൾ ട്രിപ്പായിട്ടൊക്കെ പോകും. ചില ഹോസ്പിറ്റൽസിൽ 2 ദിവസം നിന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ആരും പോകാറില്ല. അത് അത്ര അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ആദ്യമൊക്കെ ഒരു പനി വന്നാൽ നമ്മൾ കൂട്ടാക്കില്ല, നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ തന്നെ സ്വന്തം ഡോക്ടറായി ആ മരുന്ന് ഈ മരുന്ന് അവിടെ നിന്നിട്ട് വായിലേക്ക് കഴിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ചിലപ്പോൾ കുറച്ചുകൂടി മോശം കണ്ടീഷൻസിലേക്ക് ആയിട്ടുണ്ടായിരിക്കും. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാ, അന്ന് ആകുമ്പോ പുറത്തെ നടത്തൊക്കെ പോയി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ടൊക്കെ വരായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു, തീരെ പാടില്ല, നമ്മളങ്ങനെ എന്ത് ചെയ്തു ഡൗൺ ആയി പോകും. അന്നേരം നമുക്ക് ചിലപ്പോൾ വണ്ടിയെ കുറിച്ച് നമ്മളെ കൊണ്ടുപോകുകയും അല്ലെ. അപ്പൊ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമ്മൾ തന്നെ. കാരണം നമ്മൾ തന്നെ ഡോക്ടറായി മരുന്നൊക്കെ എടുത്ത് കഴിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇതൊക്കെ എല്ലാവരുടെയും കാര്യം തന്നെയാണ്, ഒരാൾ തന്നെയല്ല. നമ്മൾ വിചാരിക്കും അതിപ്പോ മാറിക്കോളും എന്ന് വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മളിത് കഴിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നമ്മളുടേതായ രീതിയിൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലമാണ്, അങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്. സോ വി ഹാവ് ടു ബിഹേവ് പ്രോപ്പർലി ഗുഡ് ടു ദം. അവിടെയുള്ള ആളുകളോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം, അവരെ സാറ്റിസ്ഫൈഡ് ആക്കണം, അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽസിലെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം മാനേജ് ചെയ്യാൻ നമ്മൾ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ? അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ജോലി, ഏറ്റെടുക്കുന്ന ജോലി അത്ര സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? സിമ്പിൾ അല്ല. പക്ഷെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ആളുകൾ കുറെ ഉണ്ടായിരുന്നു. സിമ്പിൾ അല്ലാത്ത കുറച്ച് ഹാർഡായിട്ടുള്ളതൊക്കെ നമ്മൾ ഏറ്റെടുക്കണം. അപ്പോഴാണ് നമ്മൾ ആരാകുക. ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും പറ്റും. പക്ഷെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് എന്താ പറയാ വിജയിക്കുന്നവരാണ് തീർച്ചയായിട്ടും എന്താ പറയാ വിജയി എന്ന് തന്നെ പറയാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ പകുതി വെച്ചിട്ട് ഞാൻ അത് ചെയ്യാതിരുന്നിട്ട് ഞാൻ ഇന്ന കാര്യം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ കുറച്ച് പേര് പങ്കെടുക്കുന്നു. അതെന്താ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് എടുക്കും അല്ലെ, അതിൽ പങ്കെടുക്കുമ്പോ അവരില് കുറെ പേര് തോറ്റു. വിജയി ചിലപ്പോ 1 2 ചിലപ്പോ അറ്റ് എ ടൈം 2 പേര് ഒരുമിച്ച് വരുമ്പോ 2 പേരൊക്കെയോ എന്താക്കുള്ളൂ ഫസ്റ്റ് പൊസിഷനിൽ വരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തായി തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട് അവർ തോറ്റുപോയെന്ന് ഞാൻ പറയാം. മാറി നിന്നവരോ അയ്യോ തോറ്റു ഞാനതില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പങ്കെടുത്തല്ല, അവർ വിജയിച്ചു എന്നാണോ? പുറത്തു നിന്നവര് കാണികൾ വിജയിച്ചു എന്നാണോ? തീർച്ചയായിട്ടും അല്ല. അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. സോ അവർക്ക് അതിന് നമുക്ക് പറയാനുള്ള അർത്ഥത്തിലോ ഞാൻ പങ്കെടുത്തതെങ്കിൽ തോറ്റുവരാൻ, ഇവിടെ മാറി നിന്നതുകൊണ്ട് ഞാൻ ജയിച്ചു, അങ്ങനെയില്ലല്ലോ, അതില്ലല്ലോ പങ്കെടുക്കുന്നവർ. അപ്പൊ നമ്മളെടുക്കുന്ന റിസ്കുകൾ എത്ര വലുതാണെങ്കിലും അതിന് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. അതിനൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. ആരും പറ്റില്ലെന്ന് വിചാരിക്കുക. ഒരുപാട് എന്താ പറയാ നിങ്ങൾ എന്താ പറയാ നമ്മളുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരുപാട് ബാച്ചസ് ഇവിടെ ഉണ്ട്. നൗ ഐ തിങ്ക് യു ആർ ദ 16th ബാച്ച്. നമ്മളുടെ ഇവിടെ 16ാമത്തെ ബാച്ചാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കുട്ടികൾ ഇവിടെ എന്താ പറയാ പഠിച്ച് കടന്ന് പോയിട്ടുണ്ട്. ഓൺഗോയിങ് ഇപ്പോഴും കുറച്ച് ക്ലാസ്സസ് ഒക്കെ ബാച്ച്
ബാച്ചസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വരുന്ന ഇത് നമ്മുടെ കോൺവെക്കേഷൻ സെറമണി ഒക്കെ ഒരെണ്ണം കഴിഞ്ഞു, അടുത്തത് ഒരെണ്ണം വരാൻ പോകുന്നു. അപ്പൊ അതിനകത്തൊക്കെ കുട്ടികൾ അവരുടേതായ ഫീഡ്ബാക്കുകൾ നമ്മുടെ ക്ലാസ്സിലെ സംബന്ധിച്ചത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മളോട് ഷെയർ ചെയ്തിരുന്നു. അവരുടെ റിവ്യൂസ് ഒക്കെ നമ്മൾ കേട്ടു. ആൻഡ് വി ആർ ഓൾസോ സാറ്റിസ്ഫൈഡ്. നമ്മളും അവരുടെ റിവ്യൂസ് കേൾക്കും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർ നമ്മൾ കൊടുത്ത ക്ലാസ്സുകൾ ഓൺലൈൻ ആണെങ്കിൽ കൂടി അത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കുകയും ചെയ്യുകയും അവർക്ക് അതിന്റെ എന്താ പറയാ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ അവരുടെ ആ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കും അതിന് സന്തോഷമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം, നമ്മളോടൊപ്പം നിൽക്കണം, നിങ്ങളുടെ ഒപ്പം ഞങ്ങളും ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞോളാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഒരു സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ സോറി, ഒരു സെക്കൻഡ് അവിടെ നിന്ന് വിളിച്ചതുകൊണ്ട് ഒന്ന് പോകേണ്ടി വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ക്ലാസ്സുകൾ വളരെ എന്താ പറയാ നല്ല രീതിയിൽ തരാൻ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ റെഡിയാണ്. ആൻഡ് ഇഫ് യു ഹാവ് എനി പ്രോബ്ലം ഇൻ ബിറ്റ്വീൻ, നിങ്ങൾക്ക് ക്ലാസ്സുകളെ സംബന്ധിക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഡിസ്കംഫർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കാം. അത് അവിടെയുള്ള ടീച്ചേഴ്സിനോട് എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ക്ലാസ് എടുക്കാനായിട്ട് വരുന്ന ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇന്ന കാര്യമുണ്ട്, അത് നിഷ മാമിനൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ആൻഡ് ഞാനിവിടെ ഒരു പാഠകലെ ഉണ്ടായിരിക്കും, വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയുന്നു. ടീച്ചേഴ്സിനോട് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഒരു എന്താ പറയാ ക്ലാസ്സിൽ ഇപ്പൊ 2 മണിക്കൂറായിരിക്കും ക്ലാസ്, 1 അവർ ഒരു ടീച്ചർ, അടുത്ത 1 മണിക്കൂർ ഒരു ടീച്ചർ ആയിരിക്കും. കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് തരും കേട്ടോ, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ പറയാൻ നമ്മുടെ സാറാണ് നിങ്ങൾക്ക് അതിന്റെ ഹാഫ് പാർട്ട് ഓഫ് ദ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് സാറിന്റെ ആ ബാക്കിയുള്ള ഭാഗത്ത് സാറ് ഷെയർ ചെയ്തോളും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്താണ്, നിങ്ങൾക്ക് ആ ഒരു കോഴ്സിനെ സംബന്ധിക്കുന്ന ഡൗട്ട്സ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസും സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഷെയർ ചെയ്തത്. ഓക്കെ, അതില് ആ ഒരു കാര്യങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു എന്റെ രീതി എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നിഷ മാമിനെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങൾ ടീച്ചേഴ്സിനോട് സംശയം ചോദിച്ചു. ഇത് പുസ്തകത്തിലെ കാര്യമില്ലല്ലോ, അവർ പഠിപ്പിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള സംശയങ്ങൾ അവരിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അവരെടുക്കുന്ന ടോപ്പിക്കിൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെയാണ് അത് ക്ലിയർ ചെയ്ത് തരുന്നത്. ആൻഡ് ബിയോണ്ട്, അതായത് ഇതിന് പുറമെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് വിളിച്ചാൽ മതി. കാരണം അവരോട് ചോദിച്ചു. ഇപ്പൊ ഒരു ടീച്ചർ വന്ന് ആദ്യത്തെ ഫസ്റ്റ് അവർ വന്ന് ടീച്ചറോട് നിങ്ങൾ അയ്യോ ടീച്ചറെ ആ ഇങ്ങനത്തെ കാര്യം എന്തായി അല്ലെങ്കിൽ എല്ലാ കാര്യം എന്തായി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പൊ ടീച്ചർക്ക് ചിലപ്പോ ശരിയായ ഉത്തരം തരാൻ പറ്റില്ല. അടുത്ത ടീച്ചർ സെക്കൻഡ് അവറിൽ വന്നു ടീച്ചറിനോട് ഷെയർ ചെയ്തു. വെറുതെ ടൈം കൺസ്യൂമിംഗ് എന്നുള്ള പ്രോസസ് മാത്രമേ അവിടെ നടക്കുള്ളൂ. യു വിൽ നോട്ട് ഗെറ്റ് എനി കറക്റ്റ് സൊല്യൂഷൻ. അതിനുള്ള ശരിയായ സൊല്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ടീച്ചേഴ്സ് അവരുടെ ടോപ്പിക് എടുക്കാൻ നമ്മളൊരു അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സമയം പോകും അവിടെ. ആ ടോപ്പിക്സ് അവർക്ക് നമ്മൾ ഈ ഒരു 6 months കോഴ്സ് ആണ് നിങ്ങൾക്കറിയാം. നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷനും അവരെടുക്കുന്ന ചാപ്റ്റേഴ്സിന്റെ ആ ഒരു ഇത് നമ്മളൊരു പ്രത്യേക പ്രൊപ്പോർഷനിലാണ് നമ്മളത് കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ള അതായത് നമ്മുടെ സിലബസിന് പുറത്തുള്ള ചില കാര്യങ്ങളൊക്കെ ഡൗട്ട്സ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് അതിന്റെ വിശദീകരണമൊക്കെ തരുമ്പോൾ സമയം വെറുതെ പോകും. ആൻഡ് ഓൾസോ ആ വിശദീകരണം ചിലപ്പോൾ പ്രോപ്പർ ആകണമെന്നും നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കാം. ആൻഡ് ഒരാഴ്ചയുടെ എൻഡ് ഓഫ് ദ വീക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങൾക്കുള്ള നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എൻഡ് ഓഫ് ദ വീക്ക് ടീച്ചർ വേണം എനിക്ക് കാര്യം ചോദിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞതെല്ലാം?
ആൻഡ് റിഗാർഡിംഗ് ദ കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടായ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. നമ്മളുടെ ടീച്ചേഴ്സ് ഒക്കെ ഓൾറെഡി എല്ലാവരും ടാലന്റഡ് ആയിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് തരാൻ ക്ലാസ്സുകളൊക്കെ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 15th ബാച്ച് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് യു ആർ ദ 16th ബാച്ച് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ 16ാമത്തെ ബാച്ചുകാര് ആയതുകൊണ്ട് മാത്രമല്ല, നേരത്തെ തന്നെ ഇത്രയും ക്ലാസ്സസ് ഒക്കെ എടുത്തു വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും പേടി വേണ്ട. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. മറ്റ് ഡീറ്റെയിൽസ്, അതായത് മറ്റ് ഹോസ്പിറ്റൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഭാഗം, ഹാഫ് പാർട്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഭാഗം സർ ആയിരിക്കും നിങ്ങൾക്ക് ഇൻട്രോ ആയിട്ട് തരിക. ഓക്കെ, ആൻഡ് അത് പറഞ്ഞത് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും. ഇതിന്റെ ഹാഫ് പാർട്ട് ഇൻട്രൊഡക്ഷൻ വരുന്നത് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിന്റെ ഇൻഫർമേഷൻ തരും. ഓക്കെ, സാറിന്റെ ക്ലാസ് ഗൂഗിൾ ക്ലാസ് ആണ് എന്നുള്ളതോ ക്ലാസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുതരുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് സാറിന്റെ ആ ബാക്കി ഭാഗം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം അതാണ്. ക്ലിയർ ആയോ? ഇന്ന് ഈ ഒരു ഹാഫ് പാർട്ടിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതാണ് പറഞ്ഞത്. ക്ലിയർ? ഓക്കെ, യെസ്. അപ്പോ വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ഒരു തീരുമാനത്തിനും നല്ല ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ച് നല്ല കുട്ടികളായിട്ട് ഇതിൽ നിന്നും പുറത്തു വന്ന് എന്താ പറയാ ഇതുപോലെ ഒരു കോൺവൊക്കേഷൻ സെറമണിയിൽ നമ്മൾ മീറ്റ് ചെയ്യുള്ളൂ. അതല്ലാതെ നമുക്ക് ഫേസ് ടു ഫേസ് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖമൊക്കെ നല്ല ഫെമിലിയർ ആയിട്ടോ എവിടെയെങ്കിലും വെച്ച് വല്ല വഴിയിലോ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മളെ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ നമ്മളുടെ ക്യാമറാസ് ഓൺ ചെയ്തിട്ടാണല്ലോ കാണാം. പക്ഷെ നിങ്ങളെ നമ്മളിവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ക്യാമറാസും ഓണല്ല ആരുടെയും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചിലപ്പോൾ നമുക്ക് മനസ്സിലായി വരില്ല. അങ്ങനെ കുറച്ച് പിള്ളേരൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ മാം ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് എടുക്കുന്ന മാം അല്ലേ, മനുഷ്യന്മാർ ചിലപ്പോൾ ഒരു മോളെ കൊണ്ട് രണ്ടുപേരൊക്കെ ഉണ്ടാവും. എന്നാലും വന്നിങ്ങനെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ നമ്മളിപ്പോ ചോദിച്ചു നിങ്ങളുടെ ഈ ബാച്ചിലാണ് നിങ്ങളുടെ ഈ ബാച്ചിൽ വളരെ ഒരാൾ മാത്രമേ ഈ ചുറ്റുവട്ടത്തുള്ള ഒരു ഏരിയയിൽ നിന്നുള്ളത് നടത്തുന്നുള്ളൂ. ബാക്കി എല്ലാവരും കുറച്ച് അകലെയുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും കൂടുതൽ കുട്ടികളുള്ളതുകൊണ്ട് പേഴ്സണലി നമുക്ക് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തി ആരോഗ്യ വീട്ടിൽ ചോദിക്കുന്നത് മൈ നെയിം ഈസ് നിഷ. നിഷ എന്നാണ് എന്റെ പേര്. ആൻഡ് നമ്മളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പരിധിയിൽ ഉള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോ നമ്മളെ പരിചയപ്പെടാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കാണുമ്പോൾ നമ്മളെ വന്നിട്ട് കാണുകയാണെങ്കിൽ വന്ന് സംസാരിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മള് എൻഡ് ഓഫ് അവർ കോഴ്സ് കൺവൊക്കേഷൻ സെറമണി ഒക്കെ നടത്തി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുമ്പോഴായിരിക്കും നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, സോ അതുവരെ ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും നിങ്ങൾക്ക് എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ ബാക്കി ഭാഗം ഉണ്ടാകുക. സാറ് അന്നാണ് അവൈലബിൾ ആകുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എനി ഡൗട്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്താണെന്നും അത് എന്തുകൊണ്ടാണ് ഇത്ര അധികം ഫേമസ് ആയതെന്നും അതുപോലെ തന്നെ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ്, അതിന്റെ സാലറി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി ഓർ റോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് മനസ്സിലാകുന്നു. ഓക്കെ, ഓക്കെ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇൻ ബിറ്റ്വീനിൽ നമ്മളിപ്പോ നിങ്ങൾക്ക് ചോദിച്ചോ, ഞാൻ അതിന് ഉത്തരം തരാം എന്ന് പറഞ്ഞ ഒരു Q&A ഒരു ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും വ്യക്തമാകില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഇത് മാത്രമല്ല, ഇത് റെക്കോർഡറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് ആൾക്കാരോട് വെച്ചില്ലായിരിക്കും, അവർക്കും ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലാസ് എടുത്തത്. ഞാനിപ്പോ അൺമ്യൂട്ട് ചെയ്തിട്ടോ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഒരു ഫാമിലിയിലേക്ക് എല്ലാം വിളിക്കാം. നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. സൺഡേസ് ക്ലാസ് ഉണ്ടാവില്ല. മൺഡേ ടു ഫ്രൈഡേ വരെയാണ്. ഓക്കെ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വരെയായിരിക്കും ക്ലാസ്സസ്. 2 hours ആയിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാകുക. ഡെയിലി 2 hours ആയിരിക്കും. ഓക്കെ, SOCU. അപ്പൊ നമുക്ക് അവിടെ കണ്ടാൽ മതിയോ? ഇനി എന്തെങ്കിലും ക്ലാസ് നിങ്ങളെ അറിയിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യണം. ഓക്കെ അല്ലേ എല്ലാവരും? കുറെ പേര് കുഴപ്പമില്ല. മനസ്സിലായിട്ടുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അത് റെക്കോർഡ് ക്ലാസ്സിലേക്ക് കൂടി ഒന്ന് നോക്കുക കേട്ടാ. ശ്രദ്ധിക്കുക, ഒന്ന് കേട്ടേക്കാം കേട്ടാ. ഒന്ന് വാച്ച് ചെയ്തേക്കാം. ഓക്കെ, സോ
Shall we conclude this? നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്താലോ? Okay. Okay, so okay, then see. Thank you. Thank you, ma'am.